പോത്തൻ സിസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലമിഠായിയാണ്. കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. 1.5 കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. അത് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇളക്കിയില്ലെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് കിടക്കുന്ന നിലക്കടല കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ തൊലിയെല്ലാം ഇതേപോലെ ഇളകി വരാൻ തുടങ്ങും. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. കയ്യിൽ വെച്ച് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് പെട്ടെന്ന് കളഞ്ഞെടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ഇടിക്കുന്ന കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പിളർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കൊരു ട്രേ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്ലേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അധികം കുഴിവില്ലാത്ത പ്ലേറ്റ് എടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കൂടെ കുറച്ച് എണ്ണയൊന്ന് നമ്മൾ തേച്ച് കൊടുക്കണം. അതിനുശേഷം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയോ മൈദയോ ആട്ടയോ ഏത് പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കൂടുതലുള്ള പൊടി ഇതേപോലെ ഒന്ന് തട്ടിക്കളയണം. ഇനി നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് റോളിംഗ് പിന്നിലും കൂടെ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. ശർക്കര പാനിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ചെറു തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ശർക്കര കുറുകി വരുന്ന അനുസരിച്ച് നമ്മൾ 2-3 തവണ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനായിട്ട് ഒരു പ്ലേറ്റിൽ ഇതേപോലെ വെള്ളം എടുത്തിട്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം. അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോഴേക്കും ഇതേപോലെ ഇതിങ്ങനെ അലിഞ്ഞ് ചേർന്ന് പോകും വെള്ളത്തിൽ. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കൊന്നിതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഒന്നും കൂടെ ചെക്ക് ചെയ്യാണ്. ഈ സമയത്ത് അത് ഒഴിക്കുമ്പോഴേ അത് ഷേപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഇതേപോലെ നമ്മൾ വലിക്കുമ്പോഴേക്കും ഇത് സ്ട്രെച്ച് ചെയ്ത് വരുവാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ കട്ടിയായിട്ട് നമുക്ക് കിട്ടണം. കുറച്ച് നേരം കൂടെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒരു പ്ലേറ്റിലെ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒടിക്കുമ്പോഴേക്കും ഒടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല പകുതി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിയും നിലക്കടലയും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി റോളിംഗ് പിന്നുകൊണ്ട് നമുക്ക് പരത്തി കൊടുക്കാം. ഒരേ കനത്തിൽ പരത്തിയെടുക്കണം. ചൂടോടുകൂടി തന്നെ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പം സ്ക്വയർ പീസിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇനി ഒരു 20 to 25 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.